നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഏത് ഏരിയ പഠിച്ചാലും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയുള്ള ടോപ്പിക്കാണല്ലോ. അപ്പോൾ അതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന കണ്ടന്റിലെ ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെ KS നിലവാരത്തിലുള്ള കണ്ടന്റിൽ ഉൾപ്പെടെ പഠിക്കുന്ന ഒരു ടെക്സ്റ്റാണ് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി. അപ്പോൾ ആ ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ റെഫർ ചെയ്യുന്നത് ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് തന്നെയാണ്. അതിൽ തന്നെ ആദ്യത്തെ പോർഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലാസ്സിൻ്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിനുശേഷം ഇന്ന് വർക്കൗട്ട് ബാച്ചിൽ തരുന്ന എല്ലാ PDF നോട്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് 3 PDF നോട്ട് വായിക്കണം. ഈ ക്ലാസ് കണ്ട് റിലേറ്റഡ് ഫാക്ട് ഡിസ്കസ് ചെയ്ത് നോട്ട് എഴുതണം. ദെൻ അതുകൂടാതെ കറണ്ട് അഫയേഴ്സിൻ്റെ PDF തരും, അതിൻ്റെ ക്ലാസ് തരും. ദെൻ സയൻസിൻ്റെ PDFും ക്ലാസ്സും തരും. അതെല്ലാം പഠിച്ചതിന് ശേഷമാണ് രാത്രി 9 മണിക്ക് എക്സാം എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇന്ത്യൻ പൊളിറ്റി എന്നറിയപ്പെടുന്ന ലക്ഷ്മികാന്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് തുടക്കം. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന പോർഷനിൽ തന്നെ മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രധാനപ്പെട്ട കണ്ടന്റുകളെല്ലാം അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഇംഗ്ലീഷിലുള്ള കണ്ടന്റ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസ്താവന ചോദ്യങ്ങളാക്കി നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. ആവർത്തിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ മാർക്കും നിർണായകമാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരും. അപ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ പൊളിറ്റി എന്നറിയപ്പെടുന്ന ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് ആദ്യം കൊടുത്തേക്കുന്നത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തേക്കുന്നത് മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ദെൻ പ്രധാനപ്പെട്ട അമെൻമെന്റുകൾ, പ്രധാനപ്പെട്ട ആക്ടുകൾ, പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടുകൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. നോക്കൂ, നിങ്ങൾക്ക് വേണ്ടി അത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്താണ് തരുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ. ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഭരണ സംവിധാനങ്ങളുണ്ട്. അതിനെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിത ഭരണഘടനയാണ്. അപ്പോൾ ഭരണഘടന എന്താണ്? നിങ്ങളോട് ഒരു സുഹൃത്ത് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ തുടക്കക്കാരിയായിട്ടുള്ള ഒരാൾ നിങ്ങളോട് ചോദിക്കുക, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി, എന്താ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? അപ്പൊ സിമ്പിൾ ആയി പറയാൻ പറ്റണം എന്താണ്? ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഭരണഘടന എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നു. ഇന്ത്യ ഒരു ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ്. അപ്പോൾ പ്രധാനമായും ഈ പറയുന്ന രാജ്യങ്ങളെ അല്ലെങ്കിൽ ഭരണഘടനയെ കോമൺ ആയി ധാരാളം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് ലിഖിത ഭരണഘടന, മറ്റൊന്ന് അലിഖിത ഭരണഘടന. നമ്മൾ ഇതേ കണ്ടന്റ് ഹിസ്റ്ററിയിൽ പഠിക്കും. ചരിത്ര കാലഘട്ടം, ചരിത്രാതീത കാലഘട്ടം എന്ന് പറഞ്ഞ് സോഷ്യൽ സയൻസിൽ നമ്മൾ SCRT പഠിക്കും. അതേ മോഡൽ തന്നെയാണ്. ഒരു ഭരണഘടനയെ പറ്റി അല്ലെങ്കിൽ ഒരു ഭരണഘടന എഴുതപ്പെട്ടതാണെങ്കിൽ അതാണല്ലോ ലിഖിത ഭരണഘടന. ആ രാജ്യത്ത് ഭരണഘടനയുണ്ട്, പക്ഷെ അതെന്ത് ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല എങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേര് അലിഖിത ഭരണഘടന. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഏത് രാജ്യത്തും എന്തുണ്ട്? ഒരു ഭരണഘടനയുണ്ട്. പക്ഷെ അവിടെ ഈ പറഞ്ഞ എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടായിരിക്കാം, എഴുതപ്പെടാത്ത ഭരണഘടന ഉണ്ടായിരിക്കാം. എന്തായാലും ഭരണഘടന മസ്റ്റായിട്ടും കാണും. അതായത് ഒരു രാജ്യം, നമ്മൾ എക്സാമ്പിൾ പറയുമ്പം ഇപ്പം ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു അലിഖിത ഭരണഘടനയുള്ള രാജ്യമായിട്ട് നമ്മൾ കരുതുന്നത്. എന്ന് വെച്ചാൽ അതിൽ ആ രാജ്യത്ത് ഭരണഘടന ഇല്ലെന്നല്ല അതിനർത്ഥം, അവിടെ എഴുതപ്പെട്ട ഒരു ഭരണഘടന ഇല്ലെന്നേ നമ്മൾ പറഞ്ഞുള്ളൂ. അപ്പൊ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണല്ലോ ഭരണഘടന എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ, ഇന്ത്യ ഒരു ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ്. ശരിയാണ്, ഇന്ത്യ ഒരു ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ്. അപ്പൊ രാജ്യങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണഘടനയെ രണ്ടായി തരംതിരിക്കുന്നു: ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ ലോകത്തിൽ അലിഖിത ഭരണഘടനയുള്ള ഒരു പ്രധാന രാജ്യമാണ് ബ്രിട്ടൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചരിത്ര രേഖകളിൽ സീമ എന്നറിയപ്പെട്ട രാജ്യം ബ്രിട്ടൻ ആണ്. യുണൈറ്റഡ് കിങ്ഡം എന്നറിയപ്പെടുന്ന ബ്രിട്ടനുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ലോകത്തിൽ അലിഖിത ഭരണഘടനയുള്ള ഒരു പ്രധാന രാജ്യം ബ്രിട്ടനാണ്. സമ്മതിച്ചു, ബ്രിട്ടൻ തന്നെയാണ്, തർക്കമില്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്.
ഓപ്ഷൻ ഡിയിലേക്ക് വന്നേ. കോൺസ്റ്റിറ്റ്യൂർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് ഉത്ഭവിച്ചത്. അതുവരെ ശരിയാണ്. ഏത്? കോൺസ്റ്റിറ്റ്യൂർ എന്ന ഫ്രഞ്ച് ഈ വാക്കാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് ഉത്ഭവിച്ചത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റില്ലയോ? ഓപ്ഷൻ ഡി തെറ്റാണ്. കോൺസ്റ്റിറ്റ്യൂർ എന്ന് പറയുന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് ഉത്ഭവിച്ചത്. കോൺസ്റ്റിറ്റ്യൂർ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് ഉത്ഭവിച്ചത്. അപ്പൊ ഈ പറയുന്ന 4 പ്രസ്താവനകളെ നമ്മൾ കണക്ട് ചെയ്ത് പറയുമ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഭരണഘടനയെ പറ്റി ഒരു ധാരണ കിട്ടും. ഇതാണ് നമുക്ക് എല്ലാ മത്സര പരീക്ഷയ്ക്കും വേണ്ടത്. ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമസംഹിത അറിയപ്പെടുന്ന പേര് ഭരണഘടന എന്നാണ്. രണ്ടാമത്തത്, ഇന്ത്യ ഒരു ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ്. അപ്പൊ ലിഖിത ഭരണഘടനയുണ്ട്, അലിഖിത ഭരണഘടനയുണ്ട്. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ ലോകത്തിൽ അലിഖിത ഭരണഘടനയുള്ള ഒരു പ്രധാന രാജ്യമാണ് ഏത്? ബ്രിട്ടൻ എന്ന് പറയുന്നത്. ശരിയാണല്ലോ. ചരിത്രരേഖകളിൽ സീമ എന്നറിയപ്പെട്ട രാജ്യമാണ് ബ്രിട്ടൻ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം. ബ്രിട്ടീഷുകാരെ അറിയപ്പെടുന്ന പേരെന്താണ്? വെള്ളക്കാരെന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരെയാണ്. അതൊക്കെ നിങ്ങൾ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ GK പഠിക്കുന്നതാണ്. അത് ഓർത്തു വെക്കുക. കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് ഉത്ഭവിച്ചത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ തിരുത്തി പഠിക്കുമ്പോൾ എങ്ങനെയാ തിരുത്തി പഠിക്കേണ്ടേ? കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് ഉത്ഭവിച്ചത് എന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഏതൊരു രാജ്യത്തെയും ഭരണഘടനയെ അറിയപ്പെടുന്ന പേര് ലോ ഓഫ് ലാൻഡ് എന്നാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമസംഹിതയാണല്ലോ ഭരണഘടന. അപ്പൊ ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. 1 മാർക്ക് അവിടുന്ന് കിട്ടണം. ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. ഭരണഘടനയെ ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും 2ആയി തരംതിരിക്കുന്നു. അപ്പം റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട്, അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. അപ്പോൾ ഒന്ന് ഓർത്തു വെക്കുക, ഭരണഘടനയെ ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും 2ആയി തരംതിരിക്കുന്നു. ഇനി ഈ പറഞ്ഞ ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ, അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് ഓർത്തു വെക്കണം. പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കുന്നതെന്ന് അറിയാവോ? താഴെ പറയുന്നവയിൽ അലിഖിത ഭരണഘടന ഇല്ലാത്ത രാജ്യം ഏതാണ്? അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ലിഖിത ഭരണഘടന ഉൾപ്പെടാത്ത രാജ്യം ഏത് എന്ന് വെച്ചാൽ 4 ഓപ്ഷൻ കൊടുക്കുന്നേ. അതിൽ ഒരു ഓപ്ഷൻ ഒഴികെ ബാക്കിയുള്ള 3 ഓപ്ഷൻ ചിലപ്പം അലിഖിത ഭരണഘടനയുള്ള രാജ്യമായിരിക്കാം, അല്ലെങ്കിൽ ലിഖിത ഭരണഘടനയുള്ള രാജ്യമായിരിക്കും. ഇങ്ങനെയാണ് ഏറ്റവും ന്യൂജൻ ചോദ്യമായിട്ടുള്ള എന്താകുന്നത്? ഓഡ് വൺ ഔട്ട് ആകുന്നത്. അപ്പൊ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ പഠിക്കുന്നതിൽ 3 ചോദ്യങ്ങളുണ്ട്, 3 ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായും ചോദ്യകർത്താവ് അതെന്ത് ചെയ്യും? പ്രസ്താവന ചോദ്യമായിട്ടോ അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് ആ ഒരു ടൈപ്പ് ചോദ്യമായിട്ടോ സോർട്ട് ചെയ്ത് തരും. അപ്പൊ നമുക്ക് വേണ്ടത് ഇന്ത്യ ഒരു എക്സാമ്പിൾ ആണ്. ഇത് ലിഖിത ഭരണഘടനയ്ക്ക്. ഇന്ത്യ ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ, അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറി വന്ന അല്ലെങ്കിൽ നടത്തിയ പുതിയ പരിഷ്കാരങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഇന്ത്യ എന്തിന് ഉദാഹരണമാണ്? ഒരു ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. അമേരിക്ക ഒരു ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. ഓസ്ട്രേലിയ ഒരു ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. ബ്രസീൽ ഒരു ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. ദക്ഷിണാഫ്രിക്ക. അപ്പൊ ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണങ്ങളായ രാജ്യങ്ങൾ ഇത് SCERTയിൽ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി NCERTയിലും കൊടുത്തേക്കുന്ന കണ്ടന്റുകൾ സോർട്ട് ചെയ്താണ് ഞാൻ അങ്ങോട്ട് തന്നേക്കുന്നത്. ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, ഇത് ഇത്രയും രാജ്യങ്ങൾ ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. ഇങ്ങനെ SCERTയിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഈ പറയുന്ന അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളെ കൂടി ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലത്. ബ്രിട്ടൻ അലിഖിത ഭരണഘടന നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിപ്പിച്ചതാണ്. ഇസ്രയേല്, ഫ്രാൻസ്, ന്യൂസിലൻഡ്, ഇത്രയും രാജ്യങ്ങൾ പ്രധാനപ്പെട്ടത്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും 193 UN അംഗീകരിച്ച രാജ്യങ്ങളുണ്ടല്ലോ, ആ 193 രാജ്യങ്ങളും അലിഖിത ഭരണഘടനയും ലിഖിത ഭരണഘടനയും ഉണ്ടല്ലോ. ഉണ്ട്. SCERTയിൽ NCERTയിൽ ഈ കണ്ടന്റ് മാത്രമേ കൊടുത്തേക്കുള്ളൂ. 193ാമത്തെ അംഗരാജ്യം, ഐക്യരാഷ്ട്ര സഭയിൽ 193ാമതായിട്ട് അംഗത്വം നേടിയ രാജ്യത്തിന്റെ പേര് എന്താണ്? സൗത്ത് സുഡാൻ എന്നാണ്. സൗത്ത് സുഡാന്റെ തലസ്ഥാനം ജുബയാണ്. അപ്പൊ പറഞ്ഞതുകൊണ്ട് ഒന്ന് റിലേറ്റഡ് ഫാക്ട് പറഞ്ഞു. അപ്പൊ ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക ലിഖിത ഭരണഘടന. ബ്രിട്ടൻ, ഇസ്രയേൽ, ഫ്രാൻസ്, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉദാഹരണമാണ്? അലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഭരണഘടനയെന്നാണ്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. ഇന്ന് ബുധനാണ്. ഇന്ന് പഠിക്കേണ്ടത് വർക്കൗട്ട് ബാച്ചിൽ, എല്ലാ വർക്കൗട്ട് ബാച്ചിലും നമ്മൾ തരുന്ന ക്ലാസ് കണ്ടന്റ് വ്യത്യാസമുണ്ട്, PDF നോട്ടിൽ വ്യത്യാസമുണ്ട്. പക്ഷേ കോമൺ ആയി എല്ലാ ബാച്ചിലുള്ളവരും പഠിക്കേണ്ട കണ്ടന്റ്
കണ്ടന്റ് ഇന്ന് ഭരണഘടനയാണ്. ഭരണഘടനയുടെ ഫുള്ള് റിവിഷൻ തരുന്ന PDF ക്ലാസ്സും കാണണം, ഭരണഘടന ഫുള്ള് റിവൈസ് ചെയ്യണം. അതിനോടൊപ്പം കറണ്ട് അഫയേഴ്സിന്റെ PDF തരുന്നുണ്ട്, ക്ലാസ്സും തരുന്നുണ്ട്, അത് വർക്കൗട്ട് ചെയ്യണം. ഫിസിക്കൽ സയൻസ് ഇന്ന് പഠിക്കാനുള്ളത് ഫിസിക്കൽ സയൻസ് ആണ്. ഇന്നലെ പഠിക്കാനുള്ളത് നാച്ചുറൽ സയൻസ് ആയിരുന്നു, ഇന്ന് പഠിക്കാനുള്ളത് ഫിസിക്കൽ സയൻസിലെ SCRTയും കവർ ചെയ്യണം. തരുന്ന നമ്മൾ ഗ്രൂപ്പിൽ തരുന്ന വർക്കൗട്ട് ബാച്ചിൽ തരുന്ന ഇത്രയും കണ്ടന്റ് നിങ്ങൾ കവർ ചെയ്യണം. ഇനി വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ഈ ടോപ്പിക് കവർ ചെയ്തു. ഭരണഘടന, ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പം കറണ്ട് അഫയേഴ്സിന്റെ മൈക്രോ നോട്ട് പാർട്ട് 1 മുതൽ പാർട്ട് 5 വരെയുള്ള നിങ്ങൾക്ക് തന്നേക്കുന്ന PDF നോട്ടും ക്ലാസ്സും കാണണം. അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്യണം. രാത്രി 9 മണിക്ക് അതെല്ലാം കൂടെ ചേർത്താണ് പരീക്ഷ എഴുതുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചില ആളുകളെങ്കിലും നെഗറ്റീവായിട്ട് വന്ന് കമന്റ് ചെയ്യും, ഈ പറയുന്ന വർക്കൗട്ട് ബാച്ചിൽ ഇല്ലാത്തവർ എന്ത് ചെയ്യും? വർക്കൗട്ട് ബാച്ചിൽ ഇല്ലാത്തവർ ചെയ്യേണ്ട വേറെ ഒന്നുമില്ല. ഈ നോട്ട്സ്, ഈ പറയുന്ന കണ്ടന്റ്, ഈ പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്തോ. വീട്ടിലിരുന്ന് വർക്ക് ചെയ്തതിനു ശേഷം 9 മണിക്കത്തെ എക്സാം കോമൺ ടെലഗ്രാം ഗ്രൂപ്പിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വേണ്ട പ്രധാനപ്പെട്ട ലോജിക്കിലേക്ക് വരുവാണ്. ഇനി വർക്കൗട്ട് ബാച്ചിൽ അസെന്റ് സെയിൽസ്മാൻ ഉൾപ്പെടെ 10th ലെവൽ മെയിൻസ് സല്യൂട്ട് 2025 എന്ന് പറഞ്ഞൊരു നമ്മൾ യൂണിഫോം തസ്തികയ്ക്ക് വേണ്ടി ഒരു പുതിയ വർക്കൗട്ട് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടി, ദെൻ അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള അസിസ്റ്റന്റ് മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സെക്രട്ടറി അസിസ്റ്റന്റ് തുടങ്ങിയിട്ടുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വർക്കൗട്ട് ബാച്ച് ഉണ്ട്. വർക്കൗട്ട് ബാച്ചിൽ പറഞ്ഞല്ലോ, ആരെയും നിർബന്ധിക്കുന്നില്ല, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഈ പറഞ്ഞ 9072728242 നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളുടെ വർക്കൗട്ട് പേരിന് ശേഷം നിങ്ങൾ ഏത് വർക്കൗട്ടാണോ ഉദ്ദേശിക്കുന്നത് ആ വർക്കൗട്ട്. ഒന്നിൽ കൂടുതൽ വർക്കൗട്ട് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കോമൺ ആയി ഒരു വർക്കൗട്ടിൽ ജോയിൻ ചെയ്താൽ ഈ 2025 മുഴുവൻ മത്സര പരീക്ഷ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആരെയും നിർബന്ധിക്കുന്നില്ല, ആരുടെയും തലയിലേക്ക് ഈ വർക്കൗട്ട് ബാച്ച് അടിച്ചേൽപ്പിക്കുന്നില്ല. വർക്കൗട്ട് ബാച്ച് എന്താണ്, വർക്കൗട്ട് ബാച്ചിന്റെ റിപ്ലൈ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ക്ലാസ് അല്ലാതെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ ഉണ്ടായിരിക്കും. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു ചോദ്യത്തിലേക്ക് വരുന്നു. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ന്യൂജൻ ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന, ശരിയായ പ്രസ്താവന, തെറ്റായ ജോഡി, ഓഡ് വൺ ഔട്ട്, അങ്ങനെയാണല്ലോ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും ചോദിച്ചു വെച്ചേക്കുന്നത്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി. ഓപ്ഷൻ എ നോക്കിയേ, പാർലമെന്റുകളുടെ മാതാവ് ബ്രിട്ടൻ. ഓപ്ഷൻ ബി, ലോകത്തിൽ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ്. ഓപ്ഷൻ സി, പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം ബ്രിട്ടൻ. ഓപ്ഷൻ ഡി, ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യം ബ്രിട്ടൻ. ഈ 4 ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പറഞ്ഞേക്കുന്ന ഓരോ വാക്കുകൾക്കും പ്രസക്തിയുണ്ട്. ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് വന്നാൽ, പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ ആണ്. ശരിയാണ്, പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. നമ്മൾ ഇന്ത്യൻ പാർലമെന്റിനെ പറ്റി പഠിക്കും, ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളെ പറ്റി ഒക്കെ പഠിക്കും. അപ്പം നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് അത് ബ്രിട്ടൻ ആണ്. ബ്രിട്ടീഷ് പാർലമെന്റിനെയാണ് പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ ബി വന്നാൽ, ലോകത്തിൽ ആദ്യത്തെ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ഗ്രീസ് ആണ്. ക്രാഡിൽ ഓഫ് ഡെമോക്രസി എന്നാ പറയുന്നത്. ലോകത്തിൽ ആദ്യത്തെ ജനാധിപത്യ രാജ്യം, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ അല്ലെങ്കിൽ ക്രാഡിൽ ഓഫ് ഡെമോക്രസി എന്നറിയപ്പെടുന്നത് അത് ഗ്രീസ് ആണ്. ലോകത്തിൽ ആദ്യ ജനാധിപത്യ രാജ്യം അത് ഗ്രീസ് ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. അതും ശരിയാണ്. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ, പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം. എന്തുവായി പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം? രണ്ടാണ്. പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഡെമോക്രസി എന്നാ പറഞ്ഞത്, DD, ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയും. ദെൻ പരോക്ഷ ജനാധിപത്യം ഉണ്ട്, ഇൻഡയറക്റ്റ് ഡെമോക്രസി, ID എന്ന് പറയും. ഓക്കെ, ലോജിക് ഇതാണ്. ഞാനും നിങ്ങളും ഒക്കെ ഒരാളെ, ഇപ്പൊ ഈ ക്ലാസ് കാണുന്ന ഒരു വ്യക്തി, ഒരു ആള്, ആരും ആയിക്കോട്ടെ, അത് X or Y ആരും ആയിക്കോട്ടെ, അദ്ദേഹത്തെ നമ്മളെല്ലാം കൂടെ തെരഞ്ഞെടുത്ത് വിടുക. ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ അയാളെ നമ്മളെ ഭരിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ രാജ്യത്തെയും നമ്മുടെ പ്രദേശത്തെയും നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി ഒരാളെ MLA ആയിട്ട്, MP ആയിട്ട് തെരഞ്ഞെടുത്ത് വിട്ടെന്നിരിക്കട്ടെ. ഇതാണല്ലോ ജനാധിപത്യം. ജനങ്ങൾ ജനാധിപത്യ ഭരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അതായത് വോട്ട് രേഖപ്പെടുത്തി ഒരാളെ ജയിപ്പിച്ച് അധികാരത്തിൽ വിടുന്നു, നമ്മളെ സേവിക്കാൻ വേണ്ടി. പോകുന്ന സമയത്ത് നമുക്ക് ആനുപാതികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നേയില്ല. നമ്മൾ തെരഞ്ഞെടുത്ത MLA ചെയ്യുന്നില്ല, നമ്മൾ തെരഞ്ഞെടുത്ത MP ചെയ്യുന്നില്ല എങ്കിൽ ജനങ്ങൾക്ക് ഇവരെ പിരിച്ചുവിടാനുള്ള അധികാരമുള്ള രാജ്യങ്ങളെ, ആ ഒരു സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് പ്രത്യക്ഷ ജനാധിപത്യം. 4 വാക്കുകൾ നിങ്ങൾ ഓർത്തു വെക്കണം. നമ്മൾ SCRT കവർ ചെയ്യുമ്പോൾ ഇതെല്ലാം റിലേറ്റഡ് ഫാക്റ്റ് ആയിട്ട് എടുത്തോളാം. പ്രത്യക്ഷ ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുന്ന 4 തരം പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന്, തിരിച്ചുവിളിക്കൽ, ജനഹിത പരിശോധന, പിരിച്ചുവിടൽ. മറക്കരുത്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരിച്ചുവിളിക്കൽ, ഹിതപരിശോധന, ജനഹിത പരിശോധന, അഭിക്രമം. ഈ 4 വാക്കുകൾ ഒന്ന് ഓർത്തു വെക്കണം.
ഇപ്പോൾ വാക്കുകൾ ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞോളൂ, ഇതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സിൽ എടുത്തോളാം. ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഡെമോക്രസി, അതിൻ്റെ ആലയം അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രത്യക്ഷ ജനാധിപത്യവും ഉണ്ട്, പരോക്ഷ ജനാധിപത്യവും ഉണ്ട്. രണ്ടിടത്തും തെരഞ്ഞെടുപ്പുണ്ട്. ജനാധിപത്യ സംവിധാന പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെ ഭരിക്കാൻ വേണ്ടി, ഒരാളെ ഭരിക്കാൻ വേണ്ടി, ഇപ്പം സ്വിറ്റ്സർലൻഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്തു. ജനങ്ങൾ എല്ലാവരും കൂടെ വോട്ട് രേഖപ്പെടുത്തി ഒരാളെ തെരഞ്ഞെടുത്തു. അയാള് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ അയാളുടെ സ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്യാം? റീകോൾ ചെയ്യാം, തിരിച്ചു വിളിക്കാം. തിരിച്ചു വിളിച്ചിട്ട് എന്ത് ചെയ്യണം? തിരിച്ചങ്ങ് വിടും. ഇതാണ് സംഭവം. then ഹിതപരിശോധനയുണ്ട്, ജനഹിത പരിശോധനയുണ്ട്, അഭിക്രമമുണ്ട്. ഈ 4 വാക്കുകൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളാം. ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം ആരല്ല? ബ്രിട്ടൻ അല്ല. ബ്രിട്ടന്റെ പ്രത്യേകത നമ്മൾ പറയും ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യം ബ്രിട്ടനാണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും ആരെ തന്നെ? ബ്രിട്ടനെ തന്നെയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇത്രയാണ് ന്യൂജൻ ചോദ്യം നിങ്ങൾ പഠിക്കേണ്ടത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് സ്വിറ്റ്സർലൻഡിനെയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്ത് ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി കൊടുക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ട്, മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട ലോകത്തിൽ ആദ്യത്തെ അവകാശപത്രം. നമ്മൾ പഠിക്കും ഏതെങ്കിലും ഒരു പോയിന്റ് പഠിക്കുമ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട, കേരളത്തിന്റെ മാഗ്ന കാർട്ട, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞ ഓരോ കണ്ടന്റ് നമ്മൾ പഠിക്കത്തില്ലയോ? എന്ത് ഈ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ? അതായത് വേറെ ഒന്നുമില്ല, ആദ്യത്തെ ഒരു ലീഗൽ കോൺട്രാക്ട്. ലോകരാജ്യങ്ങളിൽ ആദ്യമായിട്ട് ഒരു ലീഗൽ കോൺട്രാക്ട് അല്ലെങ്കിൽ ലോകത്തിൽ ആദ്യത്തെ ഒരു അവകാശ പത്രം എഴുതുന്നത് 1215 ജൂൺ 15 ജോൺ രാജാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി റണ്ണീമീഡ് എന്നറിയപ്പെടുന്ന മൈതാനത്ത് വെച്ചാണ് ലോകത്തിൽ ആദ്യത്തെ എഗ്രിമെന്റ്, ലോകത്തിൽ ആദ്യത്തെ ലീഗൽ എഗ്രിമെന്റ്, ലോകത്തിൽ ആദ്യത്തെ അവകാശ പത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ ഒരു ലീഗൽ എഗ്രിമെന്റിൽ ഏർപ്പെടുക, അത് കേരളത്തിൽ ആദ്യത്തേതാണെങ്കിൽ കേരളത്തിലെ മാഗ്ന കാർട്ട, തിരുവിതാംകൂറിൽ ആദ്യത്തേതാണെങ്കിൽ തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട, തിരുവിതാംകൂറിലെ കർഷകരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ തിരുവിതാംകൂറിലെ കർഷക മാഗ്ന കാർട്ട നമ്മൾ പഠിക്കുന്ന പണ്ടാരപ്പാട്ട, പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞൊക്കെ നമ്മൾ പഠിക്കത്തില്ലേ? ആ കണ്ടന്റ് തന്നെയാണ്. അപ്പൊ ലോകത്തിൽ ആദ്യത്തെ അവകാശ പത്രം എന്ന് പറയുന്നത് മാഗ്ന കാർട്ടയാണ്. 1215 ജൂൺ 15 ജോൺ രാജാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി റണ്ണീമീഡ് മൈതാനത്തിൽ നിന്നാണ് ലോകത്തിൽ ആദ്യത്തെ അവകാശ പത്രം എഴുതുന്നത്. അതൊന്നും ഓർത്തു വെക്കണം. ഇനി ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്തിയ 2 പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ഉള്ളത്. ഒന്ന് കമ്പനി നിയമം, മറ്റൊന്ന് ക്രൗൺ നിയമം. വളരെ വ്യക്തമായി പഠിച്ചോണം. കമ്പനി നിയമമുണ്ട്, ക്രൗൺ നിയമമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്തിയ 2 പ്രധാനപ്പെട്ട, ഒത്തിരി നിയമങ്ങളുണ്ട്. അപ്പൊ ആ നിയമങ്ങളെ കോമൺ ആയിട്ട് 2ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് കമ്പനി നിയമം, നമുക്കറിയാവുന്നയാ. ഇംഗ്ലീഷ് എന്നറിയാം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെന്നറിയപ്പെടുന്ന ആളുകൾ ആദ്യം വരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവരെന്ത് ചെയ്യുന്നു? ഏത് രാജ്യത്തും പോയി ഒരു കമ്പനി അങ്ങ് സ്ഥാപിക്കും. അങ്ങനെ കമ്പനി സ്ഥാപിച്ച് 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്നറിയപ്പെടുന്ന ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യും. ആ റെഗുലേറ്റിംഗ് ആക്ട് നടപ്പിലായത് മുതൽ ഇന്ത്യയെ ഭരിച്ചത് ആരാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നറിയപ്പെടുന്ന ജോൺ കമ്പനിയാണല്ലോ. ജോൺ കമ്പനിയാണല്ലോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നറിയപ്പെടുന്ന ജോൺ കമ്പനിയാണ് ഇന്ത്യയെ ഭരിക്കുന്നത് 1773 മുതൽ. ഈ 1773 റെഗുലേറ്റിംഗ് ആക്ട് മുതൽ 1858 വരെയുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തോ അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അത്രയും നിയമങ്ങളെ കോമൺ ആയി അറിയപ്പെടുന്ന പേരാണ് കമ്പനി നിയമം. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്ത ക്രൗൺ നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. ക്രൗൺ നിയമം അതായത് 1858 ഈ പറയുന്ന ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി ഏറ്റെടുക്കും. നമ്മൾ പഠിക്കുന്ന വിക്ടോറിയ പ്രൊക്ലമേഷൻ മെയിൻ ക്ലാസ്സിൽ എടുത്തോളാം പഠിക്കാത്തവർക്ക്. അപ്പൊ വിക്ടോറിയ പ്രൊക്ലമേഷനിൽ കൂടി 1858 നിയമം, ഇന്ത്യയുടെ അധികാരങ്ങളെല്ലാം ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്ത് 1947 വരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അതേ വർഷം വരെ ഇന്ത്യയെ ഭരിച്ചത് ഈ പറയുന്ന ആരാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ല, മറിച്ച് വിക്ടോറിയ അല്ലെങ്കിൽ രാജ്ഞി, ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട ഈ ഒരു കാലഘട്ടത്തെ അറിയപ്പെടുന്ന പേരാണ് ക്രൗൺ നിയമം. അപ്പോൾ ഓർത്തു വെക്കണം. അപ്പൊ കമ്പനി നിയമമുണ്ട്,
ക്രൗൺ നിയമമുണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോ, 1947 പ്രത്യേകത പഠിക്കുമ്പോൾ ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ടിംഗ് റൈറ്റ് കൊടുത്ത വർഷം, ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ടധികാരം കൊടുത്ത വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം 1947 ഒന്ന് പഠിച്ചു വച്ചേക്കണേ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ആക്ടിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ടാണ്. ഈ ക്ലാസ് കണ്ടന്റ് മാത്രം പോരാ, ഇന്നത്തെ PDF മസ്റ്റായിട്ടും വായിക്കണം. അപ്പം നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകും. അതിനകത്ത് ഒരു PDF അല്ല കൊടുക്കുന്നത്, ഒന്നിൽ കൂടുതൽ PDF വർക്കൗട്ട് ബാച്ചിൽ കൊടുക്കുന്നുണ്ട്. റെഗുലേറ്റിംഗ് ആക്ടിന്റെ പ്രത്യേകത പറയുവാണ്, 1773 റെഗുലേറ്റിംഗ് ആക്ട്. എന്താ ഈ റെഗുലേറ്റിംഗ് ആക്ട്? വേറെ ഒന്നുമില്ല, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, നമ്മൾ നേരത്തെ പറഞ്ഞു ജോൺ കമ്പനി എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം ഇവിടെ ഏതൊരു രാജ്യത്തും, അപ്പൊ ഇന്ത്യയിൽ മെച്ചപ്പെടുത്താൻ, കമ്പനി നിയന്ത്രിക്കാൻ, ഏത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഈ 1773 റെഗുലേറ്റിംഗ് ആക്ടിന് രണ്ടാമത്തെ പ്രത്യേകത, ഇന്ത്യയിൽ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷന്, ആ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണം, സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് ബേസ് ആയ അടിത്തറയിട്ട നിയമം അത് റെഗുലേറ്റിംഗ് ആക്ട് ആണ്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഈ പറയുന്ന ഗവർണർ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാകുന്നു. ഈ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാകുന്നത്. ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്, ആദ്യത്തെ ഗവർണർ ജനറൽ. അതൊന്ന് പഠിച്ചു വച്ചേക്കണം. റെഗുലേറ്റിംഗ് ആക്ട് പഠിച്ചു, 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആദ്യ നിയമത്തിന്റെ പേര് റെഗുലേറ്റിംഗ് ആക്ട് ആണ്, 1773. വളരെ ഇമ്പോർട്ടന്റ്. ആദ്യ ആക്ട് പ്രകാരം, ആ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം എന്തായി, എന്ത് ചേഞ്ച് ഉണ്ടായി? ഈ ഇന്ത്യയിൽ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് ഫൗണ്ടേഷനായി അടിത്തറയിട്ടു. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാകുന്നത്. ആദ്യ ഗവർണർ ജനറൽ ആരാണ്? അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമാകാൻ കാരണമായ നിയമം ഈ റെഗുലേറ്റിംഗ് ആക്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമാകാൻ കാരണമായ നിയമം ചോദിച്ചാൽ അത് 1773 റെഗുലേറ്റിംഗ് ആക്ട്. അപ്പൊ നിങ്ങൾ ചില ആളുകളെങ്കിലും മനസ്സിലാക്കണം, 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ സുപ്രീം കോടതി സ്ഥാപിതമാകുന്നത് തൊട്ടടുത്ത വർഷമാണ്, 1774. അപ്പൊ നമുക്ക് വേണ്ടത് അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ തന്നെ ബേസ് ആയിട്ട് കിട്ടണം. ഇന്ത്യൻ ജുഡീഷ്യറിയെ പറ്റി നമ്മൾ പഠിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ജുഡീഷ്യറിയെ പറ്റി പഠിക്കുമ്പം കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. സഞ്ജയ് ഖന്നെ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന എല്ലാ വ്യക്തികളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. മലയാളിയുണ്ട്, ആദ്യത്തെ ഹരിലാൽ ജെ കെനി ഉൾപ്പെടെയുള്ള വ്യക്തികളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സുപ്രീം കോടതിയെ പറ്റി പഠിക്കും. ഇന്ത്യൻ ജുഡീഷ്യറിയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സുപ്രീം കോടതിയെ പറ്റിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ സുപ്രീം കോടതി സ്ഥാപിതമാകുന്നത് 1774 ഏത് ആക്ട് പ്രകാരം? 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം. ഏത് വർഷമാണ്? 1774. ഈ ബ്രിട്ടീഷ് ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ആസ്ഥാനം അത് കൊൽക്കത്തയാണ്. നമുക്കറിയാം, ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വിഭജിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഒന്നായിരുന്നല്ലോ. ആ സമയത്ത് ഇന്ത്യയുടെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ കൊൽക്കത്തയായിരുന്നു. പിന്നീടാണ് ഈ പറഞ്ഞ വിഭജനത്തിനൊക്കെ ശേഷമാണ് ന്യൂഡൽഹി ആകുന്നത് ഇന്ത്യയുടെ കേന്ദ്രം അല്ലെങ്കിൽ തലസ്ഥാനമൊക്കെ ആകുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സുപ്രീം കോടതി ആയ 1774 ബ്രിട്ടീഷ് ഇന്ത്യയിലെ സുപ്രീം കോടതി സ്ഥാപിക്കുന്നു. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് കൊൽക്കത്തയാണ്. പശ്ചിമ ബംഗാൾ ആണല്ലോ, പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് ഇതിന്റെ ആസ്ഥാനം. അതൊന്ന് ഓർത്തു വെക്കുക. ഇനി ഈ പറഞ്ഞ ബ്രിട്ടീഷ് ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരും ഉണ്ട്. ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരും ഉണ്ട്. അതായത് കൊൽക്കത്ത സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസിന്റെ പേര് എലിജെ ഇംബെ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ ഓരോ മെറ്റീരിയൽസിനും ഓരോരോ വാക്കുകളാണ്. എലിജെ ഇംബെ എന്ന വാക്ക് ഓർത്തു വെക്കുക. അത് തന്നെയാണ് ഈ പറയുന്ന ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. കൊൽക്കത്ത സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് എലിജെ ഇംബെയാണ്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ ഇതിനകത്ത് ഓരോ പേജും നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് തന്നെ തരാം. സ്ക്രീൻഷോട്ട് എടുത്ത് അതെൻ്റെ ആ ഒരു കോപ്പി പേസ്റ്റ് പോലെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവുകയും ചെയ്യാം. അപ്പോൾ കൊൽക്കത്ത സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് എലിജെ ഇംബെ ആണ്. ഒന്ന് ഓർത്തു നോക്കാം.
ഇനി ഈ പറയുന്ന 1773 റെഗുലേറ്റിംഗ് ആക്ടിന്, ഏത് ആക്ടിനും കുറച്ച് അപാകതകൾ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പം നടപ്പിലാക്കുന്ന ഒരു ആക്ട് പറയുക, അല്ലെങ്കിൽ ആ ഒരു ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പല തരത്തിലുള്ള ഫെയില്യൂഴ്സ് കാണും, അപാകതകൾ. അതിന് മെറിറ്റും കാണും, ഡിമെറിറ്റും കാണും. ആ അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി 1781 ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിന്റെ പേരാണ് അമെൻഡിങ് ആക്ട് ഓഫ് 1781. 1781 എന്ത് 1773 റെഗുലേറ്റിംഗ് ആക്ടിലെ എന്തൊക്കെ അപാകതകളുണ്ടോ അതെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി, അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി 1781 ബ്രിട്ടീഷ് പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റ് അല്ല, അന്ന് ഇന്ത്യൻ പാർലമെന്റ് പോലും ഇല്ല, ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിന്റെ പേരാണ് അമെൻഡിങ് ആക്ട് ഓഫ് 1781, അല്ലെങ്കിൽ 1781 അമെൻഡിങ് ആക്ട്. ഈ ആക്ടിനെ അറിയപ്പെടുന്ന പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്നറിയപ്പെടുന്നു. അപ്പൊ ഈ പറയുന്ന 1781 ആക്ടിനെ അറിയപ്പെടുന്ന പേരെന്തുവാ? ഈ ആക്ടിനെ അറിയപ്പെടുന്ന പേര് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്നറിയപ്പെടുന്നു. വളരെ വളരെ വ്യക്തമായിട്ട് ഓർത്തു വെക്കണം. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കൽക്കട്ട സുപ്രീം കോടതി പഠിച്ചു കഴിഞ്ഞു. അടുത്ത വേണ്ടത് ഫെഡറൽ കോടതിയാണ്. നിലവില്, അതായത് ഇപ്പം നിലവിലുള്ള സുപ്രീം കോടതി ഉണ്ടല്ലോ, 1950 നിലവിൽ വന്ന ആ സുപ്രീം കോടതിയുടെ, നിലവിലെ സുപ്രീം കോടതിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫെഡറൽ കോടതിയാണ്. ഈ ഫെഡറൽ കോടതി ഫോം ചെയ്ത വർഷം 1937. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, 1937 ഫെഡറൽ കോടതി ഫോം ചെയ്യുന്നു. ഫോം ചെയ്യുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. അപ്പൊ 1937 ഫെഡറൽ കോടതി ഫോം ചെയ്യുന്നത്. ഫെഡറൽ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂഡൽഹിയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് 3 വാക്കുകൾ വരും. എന്തൊക്കെയാ? ദില്ലിക എന്നറിയപ്പെടുന്നത് ന്യൂഡൽഹിയ, ഇന്ദ്രപ്രസ്ഥം എന്നറിയപ്പെടുന്നത് ന്യൂഡൽഹിയാണ്, പഴയ കാലത്ത് ഡൽഹി എന്നറിയപ്പെടുന്നതും ആര് തന്നെ? ന്യൂഡൽഹി തന്നെയാണ്. അപ്പൊ 1937 ഫെഡറൽ കോടതി ഫോം ചെയ്യുന്നത്. ഫെഡറൽ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഏത് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നേ? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. വരും ക്ലാസ്സിൽ എടുത്തോളാം. അപ്പൊ ഫെഡറൽ കോടതിയെ പറ്റി ഒന്ന് ഓർത്തു വെക്കുക. ദെൻ 3 ജഡ്ജിമാരാണ് ഫെഡറൽ കോടതിയിൽ ഉണ്ടായിരുന്നത്. അതിൽ ആദ്യ ചീഫ് ജസ്റ്റിസിന്റെ പേര് മൗറിസ് ഗെയർ. ഒന്ന് നോട്ട് ചെയ്തേക്കണേ, ഫെഡറൽ കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് മൗറിസ് ഗെയർ ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് 1950 എന്ത് ഫോം ചെയ്തെന്നാ പറഞ്ഞേ? സുപ്രീം കോടതി ഫോം ചെയ്തു. അപ്പൊ 1950 വരെ, അല്ലെങ്കിൽ 50 മുൻപ് വരെ ഇന്ത്യയിൽ ഒരു അപ്പീൽ കോടതി വേണമല്ലോ. എല്ലാ കാര്യങ്ങൾക്കും ഒരു എക്സ്ട്രീം അല്ലെങ്കിൽ ഒരു അപ്പീലേറ്റ് അതോറിറ്റി വേണമല്ലോ. 1950 മുൻപ് വരെ ഇന്ത്യയിൽ ഏറ്റവും വലിയ അപ്പീൽ കോടതി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ. അവിടെയും ബ്രിട്ടീഷുകാർ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 47, ആ 47, ദെൻ 48, 49, 50, ഈ 3 വർഷവും ഈ പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും വലിയ അപ്പീൽ കോടതി ആരായിരുന്നു? ബ്രിട്ടീഷ് പ്രിവി കൗൺസിലാ. ദെൻ നിലവിലെ സുപ്രീം കോടതി നിലവിൽ വരുന്നത് 1950 ജനുവരി 28 നിലവിലെ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. ഈ നിലവിലെ സുപ്രീം കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രത്യേകത: ഒന്ന്, ഈ പറയുന്ന സുപ്രീം കോടതി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണല്ലോ സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ, വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഈ സുപ്രീം കോടതിയെ പറ്റി പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ചോദിച്ചാൽ അത് 5ാം ഭാഗമാണ്. അഞ്ചാം പാതിരെന്ന് ഓർത്തു വെച്ചാൽ മതി. അത് ആ സമയത്ത് കോടതിയാണ്, സുപ്രീം കോടതിയാണ്, 5ാം ഭാഗം. ദെൻ ഈ പറഞ്ഞ സുപ്രീം കോടതിയെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ചോദിച്ചാൽ 124 മുതൽ 147 വരെ. ഈ 3 വസ്തുതകളും പ്രസ്താവനയായി തന്നെ പഠിക്കണം. 1950 മുൻപ് വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പീൽ കോടതി ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ ആയിരുന്നു. ശരിയാണ് പ്രസ്താവന. നിലവിലെ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. നമ്മൾ പഠിക്കും 1950 ജനുവരി 25 എന്തോ പ്രത്യേകത? ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നു. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു. 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വന്നു. ഈ 3 കാര്യങ്ങളല്ലേ പഠിക്കുന്നത്? അതേ മോഡൽ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ സുപ്രീം കോടതിയെ പറ്റി പരാമർശിക്കുന്ന ഭാഗം, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗം ചോദിച്ചാൽ 5ാം ഭാഗമാണ്. ആർട്ടിക്കിൾ ചോദിച്ചാൽ 124 മുതൽ 147 വരെ. ഒരു വസ്തുത കൂടി ഓർത്തു വെക്കണം. നമ്മൾ വാച്ച് ഡോഗ് എന്ന് പറഞ്ഞൊരു ചോദ്യം പറഞ്ഞായിരുന്നല്ലേ? വാച്ച് ഡോഗ്, 4 വാച്ച് ഡോഗുമാരെ നിങ്ങൾ പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഒന്ന്, ഇന്ത്യൻ ഭരണഘടനയുടെ വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് സുപ്രീം കോടതിയാണ്.
രണ്ടാമത്തത് ഇന്ത്യൻ പൊതു സമ്പ്രദായത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്, വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ മെറിറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് UPSC. UPSCയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കണം. ഇന്ത്യൻ പൊതു ഖജനാവിന്റെ കാവൽക്കാരനുണ്ട്, അത് വേറെ. ഇത് ഇന്ത്യൻ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് UPSC രണ്ടാമത്തത്. മൂന്നാമത്തത് ഇന്ത്യൻ പൊതു ഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ പബ്ലിക് പേഴ്സ്. വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ പബ്ലിക് പേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ പൊതു ഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് അത് CAG ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, മൗലികാവകാശങ്ങളുടെ കാവൽക്കാരനുണ്ട്, മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരനുണ്ട്. മൗലികാവകാശങ്ങളുടെ കാവൽക്കാരൻ സുപ്രീം കോടതിയാണ്, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പോയിന്റാണ്. ഇവിടെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് NHRC, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അങ്ങനെ പ്രധാനപ്പെട്ട 4 കാവൽക്കാരന്മാരെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയാണ്. വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ മെറിറ്റ് സമ്പ്രദായം UPSC ആണ്. വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ പബ്ലിക് പേഴ്സ് അത് CAG ആണ്. വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ്, ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് അത് NHRC അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇത്രയും കണ്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു സീരീസിൽ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പറഞ്ഞല്ലോ, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഈ ക്ലാസ് മാത്രം പോരാ, ഇതിന്റെ നോട്ട്സ് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്ന് രാത്രി 9 മണിക്ക് ഈ ക്ലാസ്സും കറണ്ട് അഫേഴ്സും സയൻസും എല്ലാം കൂടെ ചേർത്ത് വർക്കൗട്ട് ബാച്ചിൽ കൊടുക്കുന്ന എല്ലാ മെറ്റീരിയൽസും ചേർത്ത് 9 മണിക്ക് എക്സാം ഉണ്ട്. എക്സാം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. വീണ്ടും ആവർത്തിക്കുന്നു, ഈ പറയുന്ന സൗജന്യ PDF ഫയലും പോൾ ചോദ്യോത്തരങ്ങളെല്ലാം എല്ലാ ദിവസവും ഡെയിലി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് PSC ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. PSC ഇൻഫ്ലുവൻസർ ഫ്രീ കണ്ടന്റ് ആണ്, ഗ്രൂപ്പിലാണ്. എല്ലാവർക്കും എല്ലാ ദിവസവും ഈ പറയുന്ന കറണ്ട് അഫേഴ്സിന്റെ പോള്, ഈ പറഞ്ഞ GKയുടെ പോള്, കോൺസ്റ്റിറ്റ്യൂഷൻ പോള്, PDF എല്ലാം ഇടുന്നത്. അപ്പോൾ കൃത്യമായിട്ട് സിൻസിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. 2025 നിങ്ങൾ സർക്കാർ സർവീസിൽ കയറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്ദി.